അള്ളാഹു ഏറ്റവും വെറുക്കുന്ന വ്യഭിചാരത്തിലേക്ക് ഞാൻ എൻ്റെ കാലെടുത്ത് വെക്കാൻ ക്ഷമിച്ചു പോയില്ല റബ്ബേ. ഞാൻ ചെയ്ത തെറ്റിൻ്റെ അബദ്ധം മഹ്ശറാ ലോകത്ത് ഞാൻ എത്രയാണ് ശിക്ഷയിലൂടെ നേടിയെടുക്കേണ്ടി വരിക, എത്രയാണ് എനിക്ക് ശിക്ഷ വരിക. റഹ്മാനായ റബ്ബ് വ്യഭിചാരിയായ മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ എത്രയാണ്. സകല മനുഷ്യരും നരകത്തിലെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ നരകത്തിൽ നമ്മുടെ ശരീരം 10,000 വർഷം കത്തിയാടിക്കൊണ്ടിരിക്കുമ്പോൾ നരകം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ. എൻ്റെ കൈ കത്തുകയാണ്, കാല് കത്തുകയാണ്, കണ്ണ് കത്തുകയാണ്, ശരീരം മുഴുവനും കത്തിയാളിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും കേണപേക്ഷിക്കുന്നൊരു കരഞ്ഞുകൊണ്ടുള്ള അപേക്ഷയുണ്ട്. യാ മാലിക്കു, നരകം കാക്കുന്ന മലക്കേ, ഒന്ന് മരിച്ചു കിട്ടുമോ, ഒന്ന് മരിക്കാനാവുമോ? സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ നെഞ്ചുവേദന വരുമ്പോൾ ആശുപത്രിയിലേക്ക് ഓടുന്ന താഹിറും എൻ്റെ കൂട്ടുകാരുമാണ്. ഒന്ന് മരിക്കോ അല്ലാ, ഒന്ന് മരിക്കോ റബ്ബേ, ഒന്ന് മരിക്കാനാവുമോ അല്ലാ എന്ന് പറഞ്ഞിങ്ങനെ വാവിട്ട് നിലവിളിക്കുന്നത് 10,000 വർഷം മറുപടിയില്ല. കരയുന്നത് അമുസ്ലിങ്ങളല്ല, നിസ്കരിക്കുന്ന താഹിറാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്. പക്ഷേ ഹറാമിൽ നിന്ന് ശരീരത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇബാദത്തിലൊക്കെ മുഴുകുന്നുണ്ട്, പക്ഷേ ഹറാമിലേക്ക് നിന്റെ ശരീരം വീണുപോയി. അരുതെന്ന് ബോധ്യമുണ്ട്, പാടില്ല എന്ന് വിവരമുണ്ട്, ചെയ്യരുതെന്ന് നബി തങ്ങൾ പറഞ്ഞതാണെന്ന വിവരമുണ്ട്, കടുപ്പമുള്ള ശിക്ഷയുണ്ടെന്ന ബോധ്യമുണ്ട്. എന്നിട്ടും ഹറാമ് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നരകത്തിൽ കിടന്ന് യാചിക്കുകയാണ്, ഞങ്ങളൊന്ന് മരിച്ചു കിട്ടുമോ? അവസാനം മാലിക് തങ്ങളെ മറുപടി, സുമ്മലായ മൂത്ത് ഫിഹാ, നരകത്തിലെത്തിയാൽ ഇനി മരിക്കാൻ നിർവാഹമില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഉസ്താദ് ഈ സൂറത്തോതണം, വെള്ളിയാഴ്ച സുബഹിക്ക് ഈ സൂറത്തോതണം, ഇശായിന് വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്തോതണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങൾ ജമാഅത്തായി നടക്കുമ്പോഴൊക്കെ ഈ സൂറത്തോതണം. എന്തേ? സുമ്മലായ മൂത്ത് ഫിഹാ വലാ യഹ്യാ, മനുഷ്യ നരകത്തിലെത്തിയാൽ ഇനി മരിക്കാൻ നാറുകമില്ല. ഇത് കേൾക്കുമ്പോഴുണ്ടൊരു കരച്ചിലല്ലോ, മരിക്കില്ലല്ല റബ്ബേ, താങ്ങാനാവുന്നില്ലല്ല റബ്ബേ എന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ട് രണ്ടാമതൊരു അപേക്ഷ വെക്കുന്നുണ്ട്. യാ മാലിക്കു, നരകം കാക്കുന്ന മലക്കേ, കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമോ, കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? വേദാ വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ചലഞ്ഞ് കരയുകയാണ്. കൈ കത്തുന്നു, കാല് കത്തുന്നു, കണ്ണ് കത്തുന്നു, നാവ് കത്തുന്നു, ശരീരം മുഴുവനും കത്തിയാളിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം യാചിച്ച് കരയുന്ന നമ്മുടെ മുന്നിൽ നല്ല കറുത്ത നിറമുള്ള മേഘമിങ്ങനെ വരുന്നു. വല്ലാത്തൊരു പ്രതീക്ഷയാണത് കാണുമ്പോൾ. റബ്ബേ, വെള്ളം കിട്ടുമല്ലോ, വെള്ളം കിട്ടുമല്ലോ. മേഘം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ വെള്ളം കിട്ടി പരിചയമുണ്ടല്ലോ, മഴ പെയ്യുമല്ലോ. കാത്തിരിക്കുമ്പോൾ വീഴുന്നത് വലിയ സർപ്പങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സർപ്പത്തിൻ്റെ വലിപ്പം എത്രയാണെന്നറിയോ? ഒരു തവണ ആ സർപ്പം കൊത്തിയാൽ 70,000 വർഷം നിന്റെ വേദന സഹിക്കാൻ നിനക്ക് കഴിയില്ല. സുബ്ഹാനല്ലാഹ്. രണ്ടാമതും കരയുകയാണ്. ഇപ്പോൾ ചൂട് മാത്രമല്ല, സർപ്പങ്ങളുടെ കൊത്തേറ്റ് പിടയുകയാണ്. താങ്ങാനങ്ങ് കഴിയുന്നില്ല, വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ഒരിറ്റി വെള്ളം കിട്ടിയെങ്കിൽ യാചിക്കുകയാണ്. രണ്ടാമതും നല്ല മേഘം വരുന്നു. ഇത്തവണ ചുവന്ന നിറമാണ്. ആ മേഘത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വീഴുന്നത് വലിയ തേളുകളാണ്. ഒരു പശുവിൻ്റെ വലിപ്പമുണ്ട് ആ തേളിന്. ഒരു തവണ കൊത്തിയാൽ 40,000 വർഷം അതിൻ്റെ വേദനയാണ്. ഒരു ഭാഗത്ത് തേളുകൾ കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ
മറുഭാഗത്ത് സർപ്പങ്ങൾ കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീ ഇങ്ങനെ ആളിപ്പടർന്ന ലാവയിൽ കിടന്ന് താഹിറും എൻ്റെ കൂട്ടുകാരും പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം നിനക്ക് കുടിക്കാൻ തരുന്നൊരു വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നിന്നൊരു തുള്ളി ഭൂമിയിൽ വീണാൽ ഭൂമി മുഴുവനും കരിഞ്ഞു പോവുകയാണ്. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ വെള്ളത്തിൽ നിന്നൊരു തുള്ളി വീണാൽ ദുർഗന്ധത്തിൻ്റെ കടുപ്പം കൊണ്ട് സകല മനുഷ്യരും ശ്വാസം മുട്ടിയിട്ട് മരിച്ചു പോവുകയാണ്. ഇത്രയും ദുർഗന്ധമുള്ള ഇത്രയും ചൂടുള്ള വെള്ളം, ആ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്നറിയുമോ? വ്യഭിചാരിയായ മനുഷ്യൻ്റെ ഗുഹാവയവത്തിൽ നിന്നാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഭീകരമായ രംഗം ഇങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ കൽബിൽ വരികയാണ്. അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റ് കടുപ്പമാണല്ലോ, സമാധാനം കിട്ടുന്നില്ല. ഞാനും നിങ്ങളുമാണെങ്കിൽ എന്താണ് ചിന്തിക്കുക? പടച്ചോനെ, ഞാനൊന്ന് കൊതിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാനൊന്നും മിണ്ടിയിട്ടില്ലല്ലോ, ഞാൻ എണീറ്റിട്ടില്ലല്ലോ, എൻ്റെ മനസ്സിലൊന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, ഇതിനെൻ്റെ റബ്ബെന്നെ ശിക്ഷിക്കൂലല്ലോ, സമാധാനിച്ചിരിക്കുകയല്ലേ ഞാനും നിങ്ങളും ചെയ്യുക. അതേ സമയത്ത് ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നത്, എൻ്റെ റബ്ബ് എൻ്റെ കൽബ് കണ്ടില്ലേ, എൻ്റെ കൊതി എൻ്റെ റബ്ബ് മനസ്സിലാക്കിയില്ലേ, എൻ്റെ റബ്ബിനോട് എൻ്റെ കൽബ് ധിക്കാരം ചെയ്തില്ലേ, എൻ്റെ റബ്ബൻ കൽബ് പിടിച്ചിട്ട് നരകത്തിൽ കിടത്തിയെങ്കിലോ? ബേജാറായിട്ട് ഇറങ്ങി ഓടുകയാണ്. ഓടി ഓടി മരുഭൂമിയിൽ പോയി ദിവസങ്ങളോളം കരയുന്നു. 40 ദിവസത്തോളം കരഞ്ഞു എന്നാണ് കാണുന്നത്. ധാരാളം കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും യുദ്ധം കഴിഞ്ഞു വരുന്നു. തൻ്റെ പ്രിയപ്പെട്ട അനുജനെ അന്വേഷിക്കുകയാണ്. വീട്ടിലെത്തിയ ചേട്ടൻ ഭാര്യ പറയുന്നു, എന്തോ അറിഞ്ഞുകൂടാ, നിങ്ങൾ പോയ അതേ ദിവസം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണ്, ഞങ്ങൾ അന്വേഷിച്ചു കാത്തിരുന്നു, ഇതുവരെ വന്നില്ല, നിങ്ങളെ കൂടെ യുദ്ധത്തിനുണ്ടാവുമെന്നാണ് ഞങ്ങൾ ധരിച്ചത്. മഹാനവർകൾ ഇറങ്ങി പുറപ്പെടുകയാണ്. കാണുന്നവരോടൊക്കെ അന്വേഷിച്ചു, ആരും കണ്ടവരില്ല. അവസാനം വിജനമായ മരുഭൂമിയിലൂടെ അന്വേഷിച്ചു നടന്നു. ഒരു ആട്ടിടയനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ അനുജനെ കണ്ടിട്ടുണ്ടോ? ആ ചെറുപ്പക്കാരൻ്റെ മറുപടി, സ്വന്തം ചേട്ടൻ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുജൻ്റെ ഭാര്യയെ കൊതിച്ചൊരു ചെറുപ്പക്കാരനെ കുറിച്ചാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ജേട്ടൻ ഞെട്ടിപ്പോവുകയാണ്, ബേജാറാവുകയാണ്, വേവലാതിയാവുകയാണ്. ആ ചെറുപ്പക്കാരനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് എവിടെന്നാ വിവരം കിട്ടിയത്? എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഈ മരത്തിൻ്റെ തണലൊരു മനുഷ്യൻ വന്നിരിക്കാറുണ്ട്. ആ മനുഷ്യൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് തലയിലേക്ക് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, റബ്ബേ, നിന്റെ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനിതാ നിൽക്കുന്നു, ജേട്ടൻ്റെ ഭാര്യയെ കൊതിച്ചു പോയ അത് ഭാഗ്യനിതാ നിൽക്കുന്നു, റബ്ബേ, എനിക്ക് മാപ്പ് തരുമോ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ കരയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സ്വഹാബി വെയിറ്റ് ചെയ്തു. രാത്രിയായി. ആ ചെറുപ്പക്കാരൻ വന്നതേപോലെ കരയുകയാണ്. ജേട്ടൻ മെല്ലെ ചെന്ന് സലാം പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നീ ഒന്ന് കൊതിച്ചതല്ലേ ഉള്ളൂ, എൻ്റെ ഭാര്യ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ലല്ലോ, അള്ളാഹു നിനക്ക് മാപ്പ് ചെയ്യുമല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ആ സമയത്ത് ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ പ്രതികരണം, പടച്ചവനെ, അത് നിങ്ങൾ എന്നോട് പറയില്ല, എനിക്കിനി മദീന കാണണ്ട, മദീനയിലേക്ക് വരാവുന്ന ശരീരം എനിക്കില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് വാശി പിടിക്കുമ്പോൾ വിഷമത്തോടെ ചേട്ടന് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് അനുജൻ്റെ മകൾ വന്ന് അന്വേഷിക്കുന്നത്, വാപ്പയെ കണ്ടോ? വാപ്പയെ കണ്ട് വിജനമായ മരുഭൂമിയിലുണ്ട്, വാപ്പ വരാൻ താല്പര്യപ്പെടുന്നില്ല, അനുസരിക്കുന്നില്ല, മോളൊന്ന് പോയി നോക്കൂ. മകൾ പുറപ്പെടുകയാണ്. സ്നേഹമുള്ള മകൾ വാപ്പയെ തേടി നേരെ മരുഭൂമിയിലെത്തി. അവിടെ യഥാ ചെറുപ്പക്കാരൻ വാവിട്ട് നിലവിളിച്ച് കിടക്കുകയാണ്. ചെന്ന് വാപ്പാനെ കെട്ടിപ്പിടിച്ചു, പോരണമെൻ്റെ കൂടെ, ഉമ്മ ഉറങ്ങിയിട്ടെത്ര ദിവസമായി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടെത്ര ദിവസമായി, നിങ്ങളെൻ്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മറുപടി, മോളെ, എനിക്കതിന് സാധിക്കില്ല, നിങ്ങളെന്നെ നിർബന്ധിക്കല്ല,
മാത്രമല്ല, അതിനു പറ്റിയ ശരീരം വാപ്പാക്കില്ല. എൻ്റെ വാപ്പ വന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുമ്പോൾ ആ പെൺകുട്ടിയോട് ആ ചെറുപ്പക്കാരൻ്റെ പ്രതികരണം, എൻ്റെ ശരീരം നിങ്ങൾ കൈകാലുകൾ മുഴുവനും നിങ്ങൾ ബന്ധിക്കണം, എന്നിട്ട് നിങ്ങൾ എന്നെ ചാട്ടവാറ് കൊണ്ടടിക്കണം, ജനങ്ങളോട് വിളിച്ചു പറയണം ജേട്ടൻ്റെ ഭാര്യയെ കൊതിച്ചു പോയ ഹതഭാഗ്യനിതാ കടന്നു വരുന്നു കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടി തയ്യാറാവേണ്ടി വരികയാണ്. കരഞ്ഞുകൊണ്ട് ഇത് വിളിച്ചു പറയുകയാണ്. മദീന പട്ടണത്തിൽ ഇത് കേൾക്കുന്നവർ മുഴുവനും കരയുകയാണ്. എല്ലാ നിസ്കാരത്തിനും ഒന്നാമത്തെ സൊഫിലുണ്ടാവാറുള്ള, എല്ലാ ഇബാദത്തിലും മുൻപന്തിയിൽ നിൽക്കാറുള്ള ഹബീബായ തങ്ങളെ കൂടെ യുദ്ധത്തിന് വരാൻ വേണ്ടി വാശി പിടിച്ചൊരു ചെറുപ്പക്കാരന് ഈ ദുർഗതി വന്നുപോയല്ലോ റബ്ബേ. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരനും മകളും വീട്ടിലെത്തി. മകളതാ കൈകാലുകൾ ബന്ധത്തിന് ഒഴിവാക്കുകയാണ്. അകത്തോട്ട് വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മറുപടി ഇല്ല. അല്ലാഹു എനിക്ക് മാപ്പ് ചെയ്തു എന്നൊരു വിവരം കിട്ടാതെ എനിക്ക് മനസ്സിന് സമാധാനമില്ല. ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ചെറുപ്പക്കാരൻ നേരെ അതാ പോവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ അടുത്തേക്ക്. അവിടത്തോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യനാണ് ഞാൻ എൻ്റെ ജേട്ടൻ്റെ ഭാര്യയെ കൊതിച്ചുപോയി, എനിക്ക് തൗബയുണ്ടോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽഹംദു വൽ ഖത്ലു, ഭർത്താവിൻ്റെ അടുത്ത കുടുംബക്കാർ, ഭർത്താവിൻ്റെ ജേട്ടൻ, ഭർത്താവിൻ്റെ അനുജൻ, അതുപോലെ തന്നെ അടുത്ത കുടുംബക്കാർ, ഭാര്യയുടെ അനുജത്തി, ഭാര്യയുടെ ജ്യേഷ്ഠത്തി, അവളുടെ അടുത്ത കുടുംബക്കാർ, അതാ വിവാഹബന്ധം ഹറാമായവർ, അവർ യുദ്ധം പോലെ ഭയപ്പെടേണ്ടവരാണ്, അകന്ന് നിൽക്കേണ്ടവരാണ്. കാരണം പിശാചിന് ഏറ്റവും താല്പര്യം സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരുമായി അവിഹിതം ചെയ്യിപ്പിക്കാനാണ്. പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടതിൽ നിന്ന് വളരെ വിദൂരമായി മാറി നിൽക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി. അനുജൻ്റെ ഭാര്യയെ ബൈക്കിൽ കൊണ്ടുവരുന്ന ചൂട്ടുകാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഭാര്യയുടെ അനുജത്തിയെ ബൈക്കിൽ കൊണ്ടുവരുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിൽ ആ യാത്ര ഹറാമാണ്. മാത്രമല്ല, നിങ്ങൾ അവരും ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്യുന്നത് പോലും റബ്ബ് ഒരിക്കലും സമ്മതിക്കുന്നില്ല. പടച്ച റബ്ബ് ഏറ്റവും കടുപ്പമുള്ള ഹറാമായി കാണുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ചെറുപ്പക്കാരൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ബഹുമാനപ്പെട്ട അലി തങ്ങളെ സമീപിച്ചു പറയാണ്, ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ കൊതിച്ചു പോയി. ഞാനിത് പറയുമ്പോൾ എൻ്റെ അനുജന്മാർക്കൊരു വിഷമമുണ്ട്. ഉസ്താദേ, അങ്ങക്ക് സംഭവിക്കോ? ഞങ്ങൾ അത്തരക്കാരല്ലല്ലോ. ഒരു സ്വഹാബിക്കാണ് ഈ സംഭവിക്കുന്നത്. അള്ളാൻ്റെ ഹബീബിൻ്റെ സ്വഹാബി ചില്ലറക്കാരനാണോ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നിസ്കരിച്ചിരുന്ന, നബി തങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരാൻ വാശി പിടിച്ചിരുന്ന ഒരു മനുഷ്യന് പിശാചിൻ്റെ കെണിയിൽ പെട്ടുപോയെങ്കിൽ എനിക്കും നിങ്ങൾക്കും പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് കപ്പാസിറ്റിയാണുള്ളത്? അവസരങ്ങളില്ലാതെയാവുക എന്നതാണ് പ്രായോഗിക മാർഗമുള്ളത് കേട്ടോ. ബഹുമാനപ്പെട്ട സ്വഹാബിയോട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, സയ്യിദുനാ അലി തങ്ങൾ പറയുന്നു, പോടോ, എൻ്റെ മുന്നിലിരുന്നാൽ ഞാൻ നിന്നെ കൊന്നുകളയും, പെട്ടെന്ന് ഇറങ്ങിക്കോ. അയാൾ പുറത്തിറങ്ങുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ സമീപിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളൊന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ അവിടെ നിന്നും ഇറങ്ങി. ബഹുമാനപ്പെട്ട ഉമറും ഖത്താബ് തങ്ങളെ സമീപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുമോ? ഇവിടെ എനിക്ക് ഭയമുണ്ട്, ഇറങ്ങിപ്പോടോ എൻ്റെ മുന്നിൽ നിന്ന്. അവിടെ നിന്നും സങ്കടത്തോടെ ഇറങ്ങി. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സമീപിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പോടോ, നിന്റെ കാര്യത്തിലൊരു തീരുമാനം പറയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, എനിക്കതിന് ധൈര്യമില്ല, പോ, എൻ്റെ മുന്നിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ്. അവിടെ നിന്ന്
ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു ലാ ഖലാസലി ഇല്ലാ മിൻ റഹ്മത്തിൽ ആലമീൻ. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നല്ലാതെ എനിക്കിനി ഒരു സലാമത്തില്ല. മദീന പള്ളിയിലേക്ക് ചെന്നു. ഹബീബിരിക്കുന്ന തൂണിന് താരത്തേക്ക് അങ്ങ് പോയി വാവിട്ടങ്ങ് നിലവിളിച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി മോനെ? അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ ജേട്ടൻ്റെ ഭാര്യയെ പ്രണയിക്കാൻ ആഗ്രഹിച്ചു പോയി. എനിക്ക് തൗബയുണ്ടോ നബിയേ? അല്ലാഹുവിൻ്റെ ഹബീബ് റഊഫായ റഹ്മത്തുൽ ആലമീൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മോനെ, നിനക്ക് തൗബയുണ്ടെന്ന് പറയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അനുജന്മാരെ, 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 ഞാൻ നല്ലവനാണെന്ന് ധരിച്ച് ഹറാമിൻ്റെ സാഹചര്യം ഒരുക്കല്ല, ഹറാമ് വരുന്ന രൂപമുണ്ടാക്കല്ല. ഒരന്യ ആണും പെണ്ണും ഒറ്റക്കൊരു റൂമിൽ ഇരുന്ന് ഒരക്ഷരം മിണ്ടാതെ ഇരുന്നാൽ പോലും ഹറാമാണ്. പുതിയ ലോകമല്ലേ, ദീന് പറയാൻ പറ്റുമോ എന്നാരും ചിന്തിച്ചു പോകല്ല. മഹ്ശറയിലെത്തുമ്പോൾ കരയും നമ്മൾ, അപ്പം കണ്ണുനീരൊലിപ്പിക്കും. പുതിയ ലോകമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല. അന്യ സ്ത്രീയും പുരുഷനും ഇടകലരുന്ന സ്ഥലങ്ങൾ അങ്ങേ അറ്റം സൂക്ഷിക്കേണ്ടതാണ്. ഏത് പേരിൽ പറഞ്ഞാലും ഇപ്പം എത്ര ഒരു സങ്കടമാണ്. അത് കഴിഞ്ഞൊക്കെ വരുമ്പോൾ നെഞ്ചു പടയുകയാണ്. എല്ലായിടത്തും ഇഫ്താർ ഹൈമയാണ്. കേൾക്കാൻ നല്ല പേരാണ്. ഇഫ്താർ ഹൈമയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല നല്ല പെൺകുട്ടികളും ചെറുപ്പക്കാരും ഒരു ഹിജാബുമില്ലാതെ ഒരു മറയുമില്ലാതെ നോമ്പിൻ്റെ പേരും പറഞ്ഞ് ഇശാ ഇങ്ങനെ നിസ്കാരം നടക്കുമ്പോഴും തറാവീഹ് നടക്കുമ്പോഴൊക്കെ ആണും പെണ്ണും ഇടകലർന്ന് ഇങ്ങനെ സ്വറ പറയുകയാണ്. അതാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, തമാശ പൊട്ടിക്കുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ പേരും പറഞ്ഞാണ് ഈ കൂത്താട്ടങ്ങൾ നടക്കുന്നത്. അള്ളാഹു ഈ ഉമ്മത്തിനെ പരീക്ഷിക്കണ്ടേ? ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ അള്ളാഹു ദീനിൻ്റെ ശത്രുക്കളെ ഏൽപ്പിക്കേണ്ടേ? സ്വഹീഹ് മുസ്ലിമിൽ ഹബീബായ തങ്ങൾ 1300 കൊല്ലം മുമ്പ് പറഞ്ഞതല്ലേ, മുസ്ലിം ഭൂരിപക്ഷം പരസ്യമായി അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായി മാറിയാൽ അള്ളാഹു ദീനിൻ്റെ ശത്രുക്കളുടെ കയ്യിൽ അധികാരം നൽകി മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന അവസ്ഥ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് പുലരുന്നതിൻ്റെ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ, ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയെ, ഒരു ആഭ്യന്തരമന്ത്രിയെ, ഒരു മുഖ്യമന്ത്രിയെ, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം അവർക്കാർക്കും ലോകത്ത് കഴിവില്ലെന്ന് യഖീനുള്ളവരല്ലേ മുസ്ലിങ്ങൾ? കഴിവ് മുഴുവനും പടച്ച റബ്ബിൻ്റേതല്ലേ? ആ റബ്ബ് കൊടുക്കാത്ത കഴിവ് ലോകത്തുണ്ടോ? എന്തേ അള്ളാഹു ഈ കഴിവ് കൊടുക്കാനുള്ള കാരണം? മുസ്ലിങ്ങളായ നമുക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്ന സ്വഭാവമില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ ആളുകളെമ്പാടുമുണ്ട്, നോമ്പ് നോൽക്കാൻ ആളുകളുണ്ട്, നോമ്പ് തുറപ്പിക്കാൻ ആളുകളുണ്ട്, ഇബാദത്തിലൊക്കെ സജീവമാണ്. പക്ഷേ ഹറാമുകളെ ജനകീയവൽക്കരിച്ച ഒരു കാലഘട്ടമായി മാറുകയാണ്. ഹറാമാണെന്ന് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ആ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ് താഹിർ തക്കാഫി വാലിന് ചെല്ലുന്നിടത്തൊക്കെ സ്ത്രീകൾക്ക് വേറെ ഒരിടവും പുരുഷന്മാർക്ക് വേറെ ഒരിടവും വെച്ച് ഹിജാബ് വെക്കുന്നത്. ആ വെച്ച അതേ ആള് അയാളുടെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ അതേ സ്ത്രീകളും അതേ പുരുഷന്മാരും ആ വരുന്നത്. അവിടെ നമുക്ക് ഹിജാബ് വെക്കാൻ കഴിയുന്നില്ല. ആളുകൾ മാറിയിട്ടില്ല, സ്ഥലമൊന്നും മാറി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോമ്പ് തുറക്കാൻ ഉസ്താദ് വരുന്ന സമയത്ത് ആ ഉസ്താദ് നോമ്പ് തുറക്കുന്നതിനെ കുറിച്ച് വഹല് പറയുന്നിടത്ത് നമുക്ക് ഹിജാബ് വേണം. അതേ സ്ത്രീകളും അതേ പുരുഷന്മാരും നോമ്പ് തുറക്കാൻ ഹൈമയിലേക്ക് പോകുമ്പോഴോ അവിടെ നമുക്ക് ഹിജാബ് വേണ്ട. നമുക്കറിയാത്തത് കൊണ്ടല്ല മതം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ എടുക്കുകയും ഇഷ്ടമില്ലാത്തപ്പോൾ മാറ്റിവെക്കുകയും ചെയ്യാനുള്ള ഏതോ ഒരു വാടക വസ്തുവിനെ പോലെ നമ്മൾ കണ്ടുപോയി. ഇതിൻ്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതിൻ്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ബേജാറിലല്ലേ? ബേജാറിലല്ലേ? നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. കുറഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല. കേരളത്തിലെ വീടുകൾക്ക് ഉമ്മമാര് സങ്കടത്തിലാണ്, ബാപ്പമാര് സങ്കടത്തിലാണ്. ഗൾഫിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടത്തെ കൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. കാരണക്കാര് മറ്റ
മറ്റാരുമല്ല. വീട്ടിലിരുന്ന് ബേജാറാവുന്ന ഭാര്യമാരുണ്ടല്ലോ, ഉമ്മമാരുണ്ടല്ലോ, ബാപ്പമാരുണ്ടല്ലോ, ഈ മക്കളുണ്ടല്ലോ. ആ ബാപ്പമാര് അധ്വാനിച്ചു തന്ന പണം കൊണ്ട് പടച്ച റബ്ബിന് എതിരെ പരിശുദ്ധ റമളാനിൻ്റെ പേര് പോലും ദുരുപയോഗം ചെയ്തിട്ട് നമ്മളിങ്ങനെ തരികിട കളിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ റബ്ബ് പറഞ്ഞു, മതിയാക്കിക്കോ, നിർത്തിക്കോ മോനെ, നിനക്ക് ആ പണം ഒഴുകിയതിൻ്റെ കൊഴുപ്പല്ലേ ഇതൊക്കെ, തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ എന്നെൻ്റെ റബ്ബെന്നോട് പറയുന്നത് എന്നെ പരീക്ഷിക്കാനാണ്. എനിക്ക് റബ്ബ് ചാൻസ് തരികയാണ്, നന്നാവാനുള്ള അവസരം തരികയാണ്. മുസ്ലിം ഉമ്മത്ത് ഈ സമയത്ത് ചിന്തിക്കുന്നത് ആര് ജയിക്കുമെന്നല്ല, ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനെതിരെയല്ല മുസ്ലിമിൻ്റെ പ്രാർത്ഥന വരേണ്ടത്, മുസൽമാൻ്റെ മനസ്സിൽ വരേണ്ടത് റബ്ബേ ഈ ഉമ്മത്ത് നശിച്ചത് കൊണ്ടാണ് ഈ അപകടം വന്നത്. ഈ ഉമ്മത്തിനൊന്ന് മാറ്റിയെടുക്കാനുള്ള പണിയെടുക്കാൻ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് കേരളത്തിൽ ധാരാളം സംവിധാനങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മർക്കത്തു സഖാഫത്തി സുന്നിയ പോലെയുള്ള കേരള മുസ്ലിം ജമാഅത്തിനെ പോലെയുള്ള ധാരാളം സംഘാടകരുണ്ട്. അള്ളാഹു അവരൊക്കെ കൂടുതൽ പ്രവർത്തന സജ്ജമാക്കുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെന്റിനറി അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഇതൊക്കെ വെറുതെയല്ല, ഇതൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നുണ്ട്. നമ്മളെ സുരക്ഷിതമായി നിലനിർത്തുന്നതിലൊക്കെ വലിയ പങ്കാളിത്തമുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നത്, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൈയൊഴിച്ചപ്പോൾ ആ പാവപ്പെട്ട സ്വഹാബി കരഞ്ഞുകൊണ്ട് പറയുന്നു, ലാ ഖലാസലി ഇല്ലാ മിൻ റബ്ബിൽ ആലമീൻ, പടച്ച റബ്ബിൽ നിന്നല്ലാതെ എനിക്കിനി രക്ഷയില്ല. അദ്ദേഹം അതാ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്, വിജനമായ മരുഭൂമിയിലെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, മരുഭൂമിയിൽ കിടന്നിട്ട് അയാൾ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹ് ഖദ് ലാഖത്തിൽ അർള്, ഭൂമി എനിക്ക് കുടുസായി പോയി, ഹബീബായ തങ്ങളും പോലും എന്നെ കൈയൊഴിച്ചു പോയി, ഇനി എനിക്ക് രക്ഷയില്ല റബ്ബേ, എനിക്ക് നീ തൗബ തരുമെങ്കിൽ ആ വിവരം നബി തങ്ങളെ ഒന്ന് അറിയിക്കണം. ഇല്ല, എനിക്ക് നീ തൗബ തരുന്നില്ലെങ്കിൽ എനിക്കിനി ജീവിക്കണ്ട അല്ലാ, എന്നെ ഒന്ന് തീ കൊണ്ട് കഥാ തീ വീഴ്ത്തിയിട്ട് കൊന്നുകളയുമോ റബ്ബേ, എന്നൊന്ന് തീ മറങ്ങി വന്ന് തീർച്ചു കളയുമോ റബ്ബേ. ദുആ ചെയ്യുകയാണ്, കരയുകയാണ്. ഒരു ഹറാമ് ചിന്തിച്ചതിൻ്റെ ബേജാറാണ്, ഹറാമ് ചെയ്തതിൻ്റെ ബേജാറല്ല, ചിന്തിച്ചതിൻ്റെ പേടിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറയുന്ന താഹിറും എത്ര ഹറാമ് ചെയ്തു വെച്ചു, എത്ര ഹറാമ് ചെയ്തു വെച്ചു മോനെ, എണ്ണമുണ്ടോ കണക്കുണ്ടോ? എണ്ണമറ്റ ഹറാമുകളിൻ്റെ മുകളിൽ ഇങ്ങനെ ജീവിച്ചിട്ടും നിനക്ക് നല്ല നല്ല രാത്രികളിൽ പോലും ഉറക്കൊഴിവാക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇന്ന് ലൈലത്തുൽ ഖദറിൽ ഏറ്റവും പ്രതീക്ഷയുള്ള 3 രാത്രികൾ കഴിഞ്ഞുപോയി, 4ാമത്തെ രാത്രിയിലാണ് നമ്മളുള്ളത്. ഇന്ന് വല്ലാത്ത പ്രതീക്ഷയുള്ളൊരു രാത്രിയാണ്. ഈ രാത്രിയിലെങ്കിലും റബ്ബേ, നേരം പുലരുന്നത് വരെ ഞാനൊന്നും ഉറങ്ങാതെ എൻ്റെ റബ്ബിനോടൊന്ന് കരഞ്ഞോട്ടെ. ലോകത്തൊരാളും അറിയേണ്ടതില്ല, എൻ്റെ ഭാര്യ പോലും കാണുന്നിടത്ത് ഞാനില്ല, ഈ ലോകത്തൊരാളും അറിയാത്ത ഒറ്റയ്ക്കിരുന്നിട്ട് ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് വിതുമ്പട്ടെ. ഒരു പക്ഷേ എനിക്ക് സ്വന്തമായി അത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ എനിക്ക് ധാരാളം അവസരങ്ങളുണ്ടല്ലോ. ഇന്ന് മഹദിൽ നടക്കുന്ന സ്വലാത്തിൻ്റെ ആ മജ്ലിസിൽ നിന്ന് പോയി നോക്കൂ, എന്തൊരാനന്ദമാണ്. ജനലക്ഷങ്ങൾ ഇങ്ങനെ കാവിട്ട് നിയന്ത്രണം വിട്ട് അറഫയിൽ കരയുന്നത് പോലെ തൊട്ടിപ്പൊട്ടിക്കരയുന്ന വല്ലാത്തൊരു രംഗം. ആ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മോനെ, എത്ര കടുപ്പമുള്ള ഹൃദയമാണെങ്കിലും നീയും അറിയാതെ വിലപിച്ചു പോകും. ഇതൊരവസരമാണ്, അവിടേക്ക് പോകണമെന്നില്ല. നമ്മുടെ പരിസരങ്ങളിലൊക്കെ ധാരാളം പള്ളികളുണ്ടാകും, അതുമല്ലെങ്കിൽ അതിനൊന്നും ബാക്കി നിൽക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു മഹാന്റെ മക്ബറയുടെ കാൽക്കൽ നിന്നിട്ട് പടച്ചോനെ 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 പറ്റിപ്പോയി റബ്ബേ, ഏതു ഭാഷയിൽ പറഞ്ഞാലും റബ്ബിന് വേണ്ടത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്, കൽബ് തട്ടിയുള്ള പറച്ചിലാണ്. ഇന്ന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. അടുത്തൊരു റമളാനിൽ ഇങ്ങനെ ഒരു 27-ാം രാവിന് ഞാനും നിങ്ങളും ഉണ്ടാവണമെന്നില്ല, ഇന്ന് തന്നെ വൈകുന്നേരമാവണമെന്നില്ലല്ലോ. അള്ളാഹു ദീർഘായുസ് തരട്ടെ, ഈ അവസരം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ചെറുപ്പക്കാരൻ റബ്ബിനോട് വാവിട്ട് നിലവിളിക്കുന്നു, അല്ലാ എനിക്ക്
വാക്കിന് ജീവിക്കണ്ട റബ്ബേ, സാധ്യമല്ല അല്ലാ. ഒന്ന് മരിച്ചു കിട്ടോ, എന്നെ ഒന്ന് തീ കൊണ്ട് അതാ കരിച്ചു കളയോ റബ്ബേ. പറഞ്ഞു തീർന്നപ്പോഴേക്ക് ഇറങ്ങുകയാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയുന്ന നബിയെ, ആ മനുഷ്യൻ്റെ തൗബയുടെ കടുപ്പം നിങ്ങൾ കാണുന്നില്ലേ? അയാൾക്ക് റബ്ബ് പൊരുത്തപ്പെട്ടു കൊടുക്കാതിരിക്കാൻ റബ്ബിൻ്റെ ഔദാര്യം അനുവദിക്കുമോ നബിയെ? അതുകൊണ്ട് റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. ഹബീബിന് സന്തോഷത്തിന് അതിരുണ്ടോ? റഊഫായ നബി തങ്ങൾ, അതാ വല്ലാത്ത സ്നേഹമുള്ള നബി തങ്ങൾ അവിടുന്ന് തക്ബീർ വിളിക്കുകയാണ്. പറഞ്ഞു വിടുന്നു, ആരാണ് കൊണ്ടുവരിക സ്വഹാബിയെ? സിദ്ദീഖ് തങ്ങൾ എണീറ്റ് പറഞ്ഞു, നബിയെ ഞാൻ പോകും. കാരണം ആ ചെറുപ്പക്കാരനോട് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടോ എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ ശേഷം വെള്ളം കുടിക്കാനിരിക്കുമ്പോൾ ആ മുഖം കാണും, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ മുഖം കാണും. എനിക്ക് ഭക്ഷണം ഇറങ്ങിയിട്ടില്ല നബിയേ. അതുകൊണ്ട് നബിയെ ഞാൻ പോയി അയാളെ കാല് പിടിച്ചോട്ടെ. അള്ളാൻ്റെ ഹബീബിൻ്റെ മുന്നിൽ സിദ്ദീഖ് തങ്ങൾ എണീക്കുകയാണ്, ഉമർ തങ്ങൾ എണീക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീഴാൻ പോകുന്നു നബിയെ. ഓരോരുത്തരും പറഞ്ഞു, നബി തങ്ങൾ ചെറുപ്പക്കാരെന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട അലി തങ്ങളെയും സഫ്വാൻ തങ്ങളെയും പറഞ്ഞയക്കുന്നു. അവർ ചെല്ലുമ്പോൾ ആ ചെറുപ്പക്കാരൻ സുജൂദിൽ കിടന്ന് വാവിട്ടിങ്ങനെ നിലവിളിക്കുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ചെറുപ്പക്കാരനോട്. അതാ അദ്ദേഹത്തിൻ്റെ മറുപടി, അമിനല്ലാഹി അം മുഹമ്മദുർ റസൂലില്ലാഹ്. എൻ്റെ തൗബ സ്വീകരിച്ചു എന്നത് റബ്ബാണോ പറഞ്ഞതാ, നബി തങ്ങളാണോ? അല്ലാഹു ആണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, മദീനയിലേക്ക് ഞാനില്ല. റബ്ബ് ഒരു പക്ഷേ എനിക്ക് മാപ്പ് നൽകിയേക്കും. എൻ്റെ ഹബീബിന് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. നബി തങ്ങളെ കൂടെ നടന്ന് നബി തങ്ങളെ ശിഷ്യനായി നബി തങ്ങൾക്ക് ഞാനൊരു പേര് ദോഷമുണ്ടാക്കിയല്ലോ. മദീനയിലേക്ക് വരാൻ എന്നെ നിർബന്ധിക്കല്ല. ബഹുമാനപ്പെട്ട അലി തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ ഹബീബാണ് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞയച്ചിരിക്കുന്നത്. നിങ്ങളെ തൗബയുടെ വിവരം ഹബീബായ തങ്ങൾ തക്ബീർ ചൊല്ലിയാ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വേച്ച് വരികയാണ്. മദീനയിലെത്തിയപ്പോൾ നബി തങ്ങൾ നിസ്കാരത്തിലാണ്. അതാ ബേക്കിലെ സൊഫിൽ നിൽക്കുന്നു. രണ്ടു ഭാഗത്ത് രണ്ട് സ്വഹാബികൾ. അതാ ഹബീബായ തങ്ങൾ തക്ബീർ കെട്ടി. അതാ ഫാത്തിഹ കഴിഞ്ഞിട്ട് അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. നരകത്തെക്കുറിച്ചങ്ങ് പറഞ്ഞതാണ്. ആ ചെറുപ്പക്കാരന് ഒട്ടഹാസം, താഴേക്കങ്ങ് വീടുകയാണ്. പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ വന്ന് ചോദിച്ചു, എന്തു പറ്റിപ്പോയി? അദ്ദേഹം മരണപ്പെട്ടു പോയി. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ അനുജന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന കൽബ് കണ്ടോ? ആ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെടുന്ന സ്വഹാബികളുടെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ഒരു മടിയില്ലാതെ ഞാനിങ്ങനെ ദ്വാരക്കാണ് 5 വക്തിനും. അല്ലാഹുമ്മ തഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്ന. വല്ലാത്തൊരു ചോദ്യല്ലേ അത്. നമുക്ക് കുറച്ചെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ ധൈര്യം വരുമോ? എൻ്റെ കൂട്ടുകാരെ, സമയം വൈകിയിട്ടില്ല. ഇന്ന് ഈ ഇരിപ്പിലൊരു തീരുമാനമെടുത്ത് ഞാനിനി അത്തരമൊരു ഹറാമിലേക്ക് മടങ്ങില്ല. എൻ്റെ റബ്ബിനെ വിളിച്ച് ഞാൻ ഉറപ്പിക്കുന്നു, ഞാൻ എൻ്റെ റബ്ബിനോട് ഇതിന് സഹായം തേടുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റുന്നു എന്നൊരു തീരുമാനമെടുത്ത് ഒന്ന് വിതുമ്പാൻ കഴിയുമോ? ഇന്നത്തെ ദിവസം നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസമായി മാറിക്കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൽബ് നന്നായി കിട്ടാൻ ഒന്നാമത് ഖുർആൻ. നമ്മൾ മരണത്തെ ഓർക്കലാണ്. നിർത്തുന്നു. ഖുർആൻ ധാരാളം ഒതിയവരില്ലേ. റമദാൻ കഴിഞ്ഞപ്പോൾ അത് നിർത്തിക്കളയല്ല. കൽബ് നന്നാവാൻ ഏറ്റവും നല്ലതാണ്. അതാ കൂടുതൽ ശരീരത്തെ പൊട്ടിപ്പെടുത്താതെ അള്ളാഹു സുന്നത്താക്കിയ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ്, 1 മാസം നോമ്പ് നോറ്റിട്ട് നമ്മളാരും മരിച്ചു
മരിച്ചിട്ടില്ല, ഒരാളും രോഗിയായിട്ടില്ല. ഒരാഴ്ചയിൽ ഒരു നോമ്പ്, ഒരു തിങ്കളാഴ്ച ദിവസം ഹബീബിനോടുള്ള ആദരവിൻ്റെ ഭാഗമായ നോമ്പ്, ഒരു വ്യാഴാഴ്ച ദിവസത്തെ നോമ്പ്, അയ്യാമുൽ ബീദിൻ്റെ ദിവസത്തെ നോമ്പ്, അയ്യാമു സൂദിൻ്റെ നോമ്പ്, അങ്ങനെ സുന്നത്തായ നോമ്പുകളൊക്കെ എടുത്ത് ശരീരത്തെ നമ്മളെ കയ്യിലിങ്ങനെ ഒതുക്കി നിർത്തിക്കോ. എന്നിൽ നമുക്ക് ആത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയും കേട്ടോ. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മഹാന്മാരായ ആളുകളെ, ഹയാത്തുള്ള മഹാന്മാരെയും വഫാത്തായി പോയ മഹാന്മാരെയും സന്ദർശിച്ചോ. ഇതൊക്കെ കൽബ് വൃത്തിയാക്കാനുള്ള മാർഗങ്ങളാണ്. സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, സാധുക്കളായി ഞങ്ങൾ ഇത്രയും സംസാരിച്ചത് ധാരാളം പ്രതീക്ഷയോടെയാണ് കേൾക്കുന്നത്. അതിലേറെ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രയാസമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് ധാരാളം ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ ജാലിയത്ത് നമുക്ക് വലിയ നല്ല ഒരു കുടുംബത്തിലെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ധാരാളം കൂട്ടുകാരുടെ ആളുകൾ മരണപ്പെട്ടു. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. ഈ മർക്കസ് കോമ്പസിൽ വരുമ്പോൾ ഇതിൻ്റെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കഫാൽ ഹാജി, അതുപോലെ ഒരുപാട് പേരിങ്ങനെ പറയാൻ നിന്നാൽ നേരം വെളുക്കോളം പറയാനുള്ള ആളുകൾ ഇവിടെ ഈ കോഴിക്കോട് പട്ടണത്തിൽ നമുക്ക് നിസ്കരിക്കാനൊരു പള്ളിയില്ലാതെ വിഷമിച്ച കാലഘട്ടത്തിൽ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലം, അഴുക്ക് പുരണ്ട സ്ഥലം, ആ ചെളിവെള്ളം കെട്ടി നിന്നിരുന്ന ഈ സ്ഥലത്ത് ഇത് കണ്ടെത്തി ഇവിടെ പള്ളിയുണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ,